അതേ പോയിന്റാണ് എനിക്കും സ്ട്രെസ് ചെയ്യുന്നത്. എഴുത്തിനോട് താല്പര്യമുണ്ടാവുക, വായനയോട് താല്പര്യമുണ്ടാവുക, കലയോട്, സാഹിത്യത്തോട്, നാടകത്തിനോട്, സിനിമയോട് ഒക്കെ താല്പര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിരിക്കും. വേറെ തന്നെ മനുഷ്യനെ വിജയിക്കാനാക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സുധാകരന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഈ കാലത്തിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട്, നായനാരുടെ കാര്യങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേടി തോന്നുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് വ്യാവസായിക വിപ്ലവം ഉണ്ടായിരുന്ന കാലത്ത്, നടന്ന കാലത്ത് സ്റ്റീം എഞ്ചിനൊക്കെ കണ്ടുപിടിച്ചു. തോക്ക്, സ്റ്റീം എഞ്ചിൻ, കപ്പൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം, അതായത് വ്യാവസായിക വിപ്ലവത്തിലൂടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ലോകത്തിന്റെ പല ഭാഗത്തേക്ക് അത് കയറ്റി അയച്ച് കാശുണ്ടാക്കുക എന്നുള്ളൊരു വിദ്യ കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യൻ വളരെ വൃത്തികെട്ട രീതിയിലേക്ക് മനുഷ്യന്റെ സ്വഭാവം, മനുഷ്യന്റെ പെരുമാറ്റങ്ങൾ മാറിയ ഒരു കാരണമാണ്. ഒരു 4-5 ദശകം കഴിഞ്ഞ്, ഒരു 2 കൊടും യുദ്ധങ്ങൾ കഴിഞ്ഞ്, ആറ്റം ബോംബ് പോലുള്ള കണ്ടുപിടുത്തങ്ങളുള്ള മനുഷ്യരാശിയുടെ മേലെ നാശം വിതറി. അത് കഴിഞ്ഞിട്ടേ മനുഷ്യന് വീണ്ടും വിചാരമുണ്ടായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രമാത്രം അടിമത്തം, എത്രമാത്രം എംപയർ, ഓരോ യൂറോപ്പിലെ ഓരോ കൊച്ചു കൊച്ചു രാജ്യങ്ങൾക്ക് വരെ ലോകത്തിന്റെ പല ഭാഗത്തും അടിമകളായി കുറെ ആൾക്കാരുണ്ടാവണമെന്നും അവിടുത്തെ റോ മെറ്റീരിയൽസിന്റെ മുകളിൽ അവർക്ക് പൂർണ്ണ അധികാരം ഉണ്ടാവണമെന്നും അവരുണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ ആക്റ്റീവായിട്ടുള്ള മാർക്കറ്റായി മാറണമെന്നുള്ള സ്വാർത്ഥത എത്രയോ ദശകങ്ങൾ കഴിഞ്ഞിട്ടേ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിന്റെ എംപയർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ പല സ്ഥലത്തും വരുത്തിയിട്ട് പ്രൊഡക്ഷൻ ചെയ്ത് ആൾക്കാർക്ക് വിൽക്കാനൊക്കെ പറ്റും എന്നുള്ള വീണ്ടും വിചാരം ഉണ്ടായത് അന്നാണ്. നമ്മളൊക്കെ ജനിച്ചത്, നമ്മൾ ഇവിടെയും മുകളിലേക്കും മിക്കവാറും ആൾക്കാർ ജനിച്ച് ജീവിച്ച സമയം മനുഷ്യകുലത്തിന്റെ ഏറ്റവും നല്ല ഒരു കാലമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അത് കഴിഞ്ഞു, നമ്മൾ പുറകോട്ട് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. കാരണം 80കളും 90കളിലും ഒക്കെ ആ സമയത്ത് നമ്മൾ കണ്ടിരുന്ന ഈ ലോകം സാഹോദര്യത്തിനും ഇക്വാലിറ്റിക്കും ഇൻക്ലൂസീവ്നെസ്സിനും സത്യത്തിനും നീതിക്കും എമ്പതിക്കും കമ്പാഷനും ഒക്കെ ഒരു സ്ഥാനമുണ്ടായിരുന്ന ലോകം ഇന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് പതിയെ പതിയെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തത് മനുഷ്യന്റെ കായിക ശേഷിയെ മാറ്റി എന്ന് പറഞ്ഞ് കായിക ശേഷിക്ക് പകരം വെക്കുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായപ്പോഴാണ് ഇതിനു മുമ്പ് വലിയ പ്രശ്നം ഉണ്ടായത്. അത് 4 ദശകത്തോളം അല്ലെങ്കിൽ 5 ദശകത്തോളം നമ്മൾ പല കുഴപ്പങ്ങളും കാണിച്ചെങ്കിലും അതൊക്കെ തിരുത്താനും ലോകത്തിന് ജനാധിപത്യം, യുണൈറ്റഡ് നേഷൻസ്, WHO ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, പല മീഡിയ ഇതൊക്കെ നമ്മൾ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രസ്റ്റ് സ്ഥാപിച്ച, മനുഷ്യന് ട്രസ്റ്റോട് കൂടിയിട്ട് സമീപിക്കാവുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഉണ്ടാക്കി. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ ഒന്നൊന്നായി പൊളിച്ചുകൊണ്ടിരിക്കുക. അതിന് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, കമ്പ്യൂട്ടർ പറയാം ഇതൊക്കെ പറഞ്ഞതാണ്, എന്നിട്ടെന്തായി കമ്പ്യൂട്ടർ വന്നാലേ ഉള്ളൂ. ഈ BMS-കാരും CIT-കാരും അവരൊക്കെ വലിയ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് നോക്കൂ, അതാണ് ഇത് എപ്പോഴും ഇങ്ങനെയാണ്. കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇതിന് ഗുണം കിട്ടുമ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട്. ശരിയാണ്, ഗുണമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരുപാട് ഗുണമുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ തന്നെ നമ്മുടെ DNA, നമ്മുടെ ജീൻ ഒക്കെ നോക്കി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മാത്രം പറ്റുന്ന മരുന്നുകൾ നമുക്ക് തരാനുള്ള സാധ്യതകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്? പുസ്തകം വായിക്കുന്നതായിരിക്കും, ചിത്രം വരയ്ക്കുന്നതായിരിക്കും, സിനിമ കാണുന്നതായിരിക്കും. നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. നല്ല ജോലി, അതുപോലത്തെ ജോലിയാണ് വേണ്ടത്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള വക കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത്. പക്ഷേ അത്തരം ജോലികളൊക്കെ അതിന് മുഴുവൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിത്രം വരയ്ക്കുന്നത് എത്രയോ ആൾക്കാരുടെ ജോലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രം നന്നായിട്ട് വരയ്ക്കുന്നത് ഇപ്പൊ AI ആണ്. പോയട്രി എഴുതുന്നത്, കഥ എഴുതുന്നത്, സ്ക്രിപ്റ്റ് എഴുതുന്നത്, മ്യൂസിക് ഉണ്ടാക്കുന്നത്, ഈ അടുത്ത കാലത്ത് തന്നെ ഷോർട്ട് ഫിലിമുകളും ഒക്കെ
ഉണ്ടാക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ മനുഷ്യനുണ്ടാക്കിയ ഫിലിമിനെ നമുക്ക് വേണ്ടി മോഡിഫൈ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്ത് കാണിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങും. നിലം തൂക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, ഇത്തരം പരിപാടികളൊക്കെ നമുക്ക് വേണ്ടി ബാക്കി വരും. അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഈ ടെക്നോളജി ഉണ്ടാക്കുന്നത്? മനുഷ്യന് വേണ്ടിയാണോ അത് മനുഷ്യനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാണോ? ഒരിക്കലും ഒരു മനുഷ്യന് പകരക്കാരനായിട്ട് ഒരു ബോട്ടിൽ ഉപയോഗിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? ഈ അടുത്ത കാലത്ത് ഓപ്പൺ ഒരു ഏജന്റ് ഉണ്ടാക്കി, ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജന്റാണ്. ഈ AI-യോട് പറഞ്ഞു, നീ ഇന്ന കാര്യങ്ങൾ അക്കോംപ്ലിഷ് ചെയ്യണം. അതിനകത്ത് എല്ലാം ചെയ്യാനുള്ള കഴിവ് ഇന്നുണ്ട്. ഒരു വെബ്സൈറ്റിൽ പോവുക, ഒരു കാര്യം സെർച്ച് ചെയ്യുക, ഒരു ലിങ്ക് എടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക, സാധനങ്ങൾ വാങ്ങുക, പിന്നെ ഒരു ജോലി ഓർഡർ, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിയുന്ന AI-ക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ആ ഇന്റർഫേസ് കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതിനോട് പറഞ്ഞ ഒരു സംഭവത്തിൽ അതിലൊരു സ്ഥലത്ത് സ്റ്റക്കായി. ഈ വെബ്സൈറ്റിലൊക്കെ ക്യാപ്ച എന്ന് പറയുന്ന സാധനങ്ങൾ, ആ ക്യാപ്ച മനുഷ്യന് മാത്രം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു എഴുത്തൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറണം. അത് ഈ ഓപ്പൺ AI-യുടെ മോഡലിന് അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഉടനെ അത് എന്ത് ചെയ്തു? കാശ് കൊടുത്തു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന ജോലി ആൾക്കാർക്ക് ജോലി കൊടുക്കാവുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. എന്തോ ഒരു ടാസ്ക് ഫോർ ഹയറോ അങ്ങനെ എന്താണ് ഒരു സാധനം. അവിടെ പോയിട്ട് ഇത് ഈ ഒരു ജോലി മാത്രം ഇത്ര കാശിന് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയപ്പോഴേ ഇതെന്ത് ജോലിയായത്? ക്യാപ്ച സോൾവ് ചെയ്യുക, ഇത് മാത്രമാണ് ജോലി. നിങ്ങൾ ആരാണ്? നിങ്ങളൊരു ബോട്ടാണ്, റോബോട്ടാണോ? അപ്പൊ അതുപോലെ അല്ല, എനിക്ക് കണ്ണിന് കാഴ്ച ഇച്ചിരി പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്ത് തന്നാൽ മതി. അത് കേട്ടപ്പോ അയാൾ പറഞ്ഞു, അയ്യോ പാവം, കാഴ്ച ഇല്ലാത്ത ഒരാളാണ്, ഉടനെ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കള്ളം പറയാൻ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇത് കള്ളം പറഞ്ഞ് സുന്ദരമായിട്ട് കാര്യം നടത്തിയിരിക്കുകയാണ്, മനുഷ്യരെ പറ്റിച്ചിട്ട് ഒരു കാര്യം നടത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇനിയിപ്പോ കള്ളം പറയാനോ അല്ലെങ്കിൽ മനുഷ്യർക്കെതിരായി പ്രവർത്തിക്കാനോ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് കണ്ടന്റ്, ഇന്റർനെറ്റിൽ കിടക്കുന്ന കണ്ടന്റ് ലിസ്റ്റാണ്. അതിൽ നമ്മളുടെ കുരിഷ്ടവും ഉന്നായ്മയും അസൂയയും നമ്മളെ എല്ലാ നെഗറ്റീവ് സാധനങ്ങളും ഇത് പിക്ക് ചെയ്തിട്ടാണ്. ഇനി അതിന്റെ ചുറ്റും ഒരു ഗാർഡ് റെയിൽ വെച്ചിട്ട് നീ ഇത് ചെയ്യാൻ പാടില്ല, നീ അത് ചെയ്യാൻ പാടില്ല, കുട്ടികളോട് ഇത് പറയാൻ പാടില്ല എന്നുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഉള്ളിൽ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും. പിന്നെ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർ, അതിൽ എത്ര പേരാണ് ശരിക്കുള്ള ആൾക്കാരെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയും. പല വിചിത്രമായ പേരുകൾ തോന്നിട്ട് വിദ്വേഷം വമിക്കുന്ന കമന്റുകൾ അവിടെ ഇങ്ങനെ തട്ടിയിട്ട് പോകുന്ന ആൾക്കാർ അതിൽ നല്ലൊരു ശതമാനം വോട്ടുകളാണ്. ഗവൺമെന്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്കും വേണ്ടി ഇത്തരം അവർക്ക് വേണ്ടുന്ന തരത്തിൽ മനുഷ്യന്റെ അഭിപ്രായങ്ങൾ മാറ്റുകയും മനുഷ്യന്റെ തീരുമാനങ്ങൾ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന പണിയിലാണ് ഇന്ന് AI. അപ്പൊ നമ്മളെ കൊണ്ട്, കാരണം അതിനോട് ഇതൊന്നും ചെയ്യണമെന്ന് സക്കർബർഗോ അല്ലെങ്കിൽ ഈ സുന്ദർ പിച്ചയോ അങ്ങനെ ആരും പറയുന്നില്ല. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യനെ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്ത് നിർത്തണം, അത്രയേ പറയുന്നുള്ളൂ. അത് വലിയ മോശം കാര്യമൊന്നുമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും കമന്റും ചെയ്തിട്ട് അതിനകത്ത് ഉണ്ടാകുക, അതാണ് ആവശ്യം. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യം, ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യരെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഇന്ന് പിടിച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കാൻ പോയില്ല. അവന് ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവനിങ്ങനെ ഞെക്കി പല്ല് ഉറുമിക്കൊണ്ടിരുന്നത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും, അവൻ കുളിക്കാൻ പോവില്ല. അപ്പോൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇതിലേക്ക് എൻഗേജ് ചെയ്യണമെങ്കിൽ അവനെ പേടിപ്പിക്കണം. അവന്റെ അസൂയ, അവന്റെ വെറുപ്പ് ഇത് മുഴുവൻ വളർത്തും. അതാണ് ഭംഗിയായിട്ട് ചെയ്യുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KP കേശവൻ മേനോൻ, MT വാസുദേവൻ നായർ, സ്വദേശാഭിമാനി രാമകൃഷ്ണൻ, ഇങ്ങനെ ഒരുപാട് പഠിച്ച പക്വതയുള്ള അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് എഡിറ്റർ എന്ന് പറയുന്ന ജോലി ചെയ്യുന്നത്. ആ എഡിറ്ററുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രത്തിന്റെ തലക്കെട്ടായിട്ട് നമ്മൾ എന്ത് വെക്കണം, പത്രത്തിൽ കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എടുത്ത് കളയേണ്ട എന്ത് ന്യൂസാണുള്ളത്, ഇതൊക്കെ തീരുമാനിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാരാണ്. അവരുടെ അവരാണ് എഡിറ്റോറിയൽ എഴുതുന്നത്. അത്തരം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്, നമ്മുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്നത്. ഇന്ന് സംഭവിക്കുന്നത് എന്താണ്?
ആ എഡിറ്ററുടെ ജോലിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പത്രം ഇന്ന് ഫേസ്ബുക്കാണ്, ഇൻസ്റ്റാഗ്രാമാണ്, ട്വിറ്ററാണ്. അതിന്റെ എഡിറ്ററുടെ ജോലി അതിന്റെ സിഇഒ പോലും ഒരു പിടിയില്ലാത്ത കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്ന ഒരു മെഷീൻ. അതിന് നമ്മുടെ തൂപ്പ് ജോലിയൊന്നും വേണ്ട. അതിന് സിഇഒ ആണോ, എഡിറ്ററാണോ, ആർട്ടിസ്റ്റ് ആണോ, സിനിമാക്കാരനാണോ, അതത് നാച്ചുറലി അങ്ങോട്ടേക്കാണ്. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ജോലിയായിരുന്നു പോയിട്ടുണ്ടാവുക. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യകുലത്തിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് തട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാലത്ത് ഇത് ഇപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്വേഷവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നാണെങ്കിലും, രണ്ടാമത്തെ കാര്യം ഇന്ന് ഞാൻ സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയോക്രിറ്റി. നിങ്ങൾ അവിടെ പോയിട്ട് അതിനകത്ത് എഴുതുകയാണ് കോവിഡ് അതിന്റെ ഇന്ന വൈറസ് ആണ്, അതിന് ഇന്ന സ്ട്രാറ്റജിയാണ്, ഈ അനാലിസിസ് ഒക്കെ ചെയ്തപ്പോൾ ഇങ്ങനെയായിരിക്കാം അതിന്റെ ഉത്ഭവം എന്നൊക്കെ ഒരു വലിയൊരു ലേഖനം അവിടെ എഴുതി 5 ലൈക്ക്, മേബി 10, നിങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ 10 ലൈക്ക് പേര്. ബാക്കി അതിനകത്ത് കാണിക്കുന്നില്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും ഗഹനമായിട്ടുള്ള ഒരു കാര്യം അത് വൈറലല്ല. അതിന് ലൈക്ക് ഇല്ല, ഷെയർ ഇല്ല, കമന്റ് ഇല്ല. പക്ഷെ നിങ്ങളൊരു സാധനം എഴുതാണ്, അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇത് ചൈനക്കാർ വേണമെന്ന് പറഞ്ഞ് ലീക്ക് ചെയ്ത സാധനമാണ് എന്ന് പറഞ്ഞിട്ട് അതിന് എന്തെങ്കിലും ഫേക്ക് ആയിട്ടുള്ള റെഫറൻസ് കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളാണ്. ഏതൊരു മണ്ണിനും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അത് അങ്ങോട്ട് ആ 10,000 ഷെയർ ആവും, ലൈക്ക് ആവും, മറ്റേതാവും. അപ്പോൾ മീഡിയോക്രിറ്റിയെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. നിങ്ങളിപ്പോഴും അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. 12 മില്യൺ ഇമിഗ്രൻസിനെ അവിടെ ഇല്ലീഗൽ അൺഡോക്യുമെന്റഡ് ഇമിഗ്രൻസിനെ അവരുടെ നാടിന് വേണ്ടിയിട്ട് 30 ബില്യണോളം ടാക്സും വാങ്ങിയിട്ട് അവിടെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ ആൾക്കാരെ അവരുടെ നാട്ടിലെ ഒരു 1% പോലും വരാത്ത ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ആ ആൾക്കാരെ വില്ലനാക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് മൊത്തം രാജ്യത്തിന് അവർക്കെതിരെയാണ് ഈ വോട്ടുകൾ നടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദിവസം 300 ആളെ 200 ആളെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അത് മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ചെയ്തൊക്കെ ഇട്ടിരിക്കുകയാണ്. അവരുടെ രാജ്യത്തിന് വേണ്ടി തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണിത്. അവരെയൊക്കെ ഡിപ്പോർട്ട് ചെയ്യാം. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരെ ഡിപ്പോർട്ട് ചെയ്യാം, പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനെ വൈലിഫൈ ചെയ്തിട്ട് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഗവൺമെന്റ് ജനാധിപത്യ സ്വഭാവമില്ലാത്ത, ഒരു തരത്തിലുള്ള ഗവൺമെന്റ് ഫംഗ്ഷനും പോലും ഇല്ലാത്ത എലോൺ മസ്ക് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സമ്പത്തും ഏറ്റവും കൂടുതൽ ടെക്നോളജിയും ഏറ്റവും കൂടുതൽ പവറും ഉള്ള ഒരു മനുഷ്യനെ യാതൊരു തരത്തിലുള്ള കോൺഗ്രസും അല്ലെങ്കിൽ അവരുടെ സെനറ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ കുറിച്ചിട്ട് തോന്നിയതുപോലെ USA WHO അത് ഇത് ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം നമ്മൾ ഇന്ന് നമ്മുടെ മനസ്സിൽ മുഴുവൻ ഡിസ്ട്രസ്റ്റ് ആണ്. നമുക്ക് ആരെയും വിശ്വാസമില്ല, നമുക്ക് ഒന്നിനെയും വിശ്വാസമില്ല. അതുകൊണ്ട് ഓക്കെ WHO പോയി, ഗംഭീരമായി, നല്ല കാര്യം, അതൊരു തീരെ ശരിയുണ്ടായിരുന്നില്ല. യുണൈറ്റഡ് നേഷൻസ് അവർക്കൊരു കാര്യമില്ല. ലോക കോടതി അതിന്റെ കാശ് കട്ട് ചെയ്തു, ഗംഭീരം. ഇങ്ങനെ പോകുന്നു നമ്മുടെ കാര്യം. ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ എങ്ങനെ റെഗുലേറ്റ് ചെയ്യും? അമേരിക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇവിടുത്തെ ചൈന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവര് തമ്മിൽ മുഖത്തോട് പോലും നോക്കില്ല. UN പോലും നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നിച്ചിരുന്ന് ഈ മെഷീൻ നമ്മളെ ധരിക്കാതെ ഈ മെഷീനെ നമുക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു നിൽക്കേണ്ട ഈ സമയത്ത് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതുപോലെ സ്വാർത്ഥതയും ദേഷ്യവും മീഡിയോക്രിറ്റിയും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമുക്ക് ബോബി ചെമ്മണ്ണൂരാണ് ഇവിടെ ബോച്ചയാണ് ഇവിടെ ഏറ്റവും താരമായി വികസിച്ചു വരുന്നത്. അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ബിംബമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു 4 അക്ഷരം എഴുതുകയോ 4 അക്ഷരം വായിക്കുകയോ ചെയ്യുന്ന ആൾക്കാർ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കിത് തുറന്നുകൊണ്ടേയിരിക്കണം. നമുക്കിത് തുറന്നുകൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഈ ലോകം തിരിച്ചു പിടിക്കണമെങ്കിൽ നമുക്ക് ഇതൊരു കർത്തവ്യമാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഈ പ്രേംരാജ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നുന്നതും അദ്ദേഹം ഈ പ്രോഗ്രാമിൽ എനിക്ക് സംബന്ധിക്കാൻ വേണ്ടിയിട്ട് തോന്നുകയും ചെയ്തു. അപ്പോൾ അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ
വിഷയത്തിന്റെ പുറത്തേക്കാണ് പോകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ എഴുത്ത് വായിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അപ്പം അവരെ നമുക്ക് കേൾക്കാം. സോ പ്രേംരാജിന് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഭാവുകളും നൽകുവാൻ